അപ്പോൾ നമ്മുടെ വേനലവധി തീരാൻ പോവുകയാണല്ലോ. കടുത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് ഈ ഉത്സവകാലം കളിയായിട്ടും ഉത്സവപ്പറമ്പുകളിലായിട്ടും വിരുന്ന് പോയിട്ടും ട്രിപ്പ് പോയിട്ടുമെല്ലാം അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും അല്ലേ? രക്ഷിതാക്കന്മാരുടെ നല്ലൊരു സംഖ്യ തന്നെ പൊടി പൊടിച്ചിട്ടുണ്ടാവും. പൂരങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ചെറിയ രീതിയിലാണെങ്കിലും മഴയുടെ വരവുണ്ട്. ചൂടിന് ചെറിയ ശമനം വന്നിരിക്കുന്നു. സ്കൂൾ തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അല്ലേ? അതുകൊണ്ട് തന്നെ വലിയൊരു ചെലവ് കൂടി അടുത്തെത്തി നിൽക്കുകയാണ്. SLC റിസൾട്ട് വന്നു. ഇനി +1 അഡ്മിഷന് വേണ്ടിയുള്ള ടെൻഷൻ. അഡ്മിഷൻ കിട്ടിയാൽ പഠനത്തിന് വേണ്ട സാമഗ്രികൾ, ഫീസ്, മറ്റു കാര്യങ്ങൾ. അതുപോലെ തന്നെ +2 റിസൾട്ട് വന്നു. ഇനി അവരുടെ ഭാവി നിർണ്ണയിക്കുന്ന കോഴ്സുകളിലേക്ക്. നല്ല കോഴ്സുകൾ കണ്ടുപിടിക്കണം. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ കോളേജുകളോ തേടിപ്പിടിക്കണം. അഡ്മിഷൻ എടുക്കണം. ഇതിൻ്റെ എല്ലാം ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് രക്ഷിതാക്കൾ. മാർച്ച് മാസത്തിൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിൻ്റെ ഭാഗമായി ലോണുകളുള്ള രക്ഷിതാക്കൾ കുടിശ്ശിക തീർക്കാൻ വേണ്ടി വിയർത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക്. അതിൻ്റെ ചിലവുകൾ പറയേണ്ടതില്ലല്ലോ. അവർക്ക് ബാഗ് വേണം, കുട വേണം, യൂണിഫോം വേണം, ടിഫൻ ബോക്സ് വേണം, വാട്ടർ ബോട്ടിൽ വേണം, ഷൂ വേണം, സോക്സ് വേണം, പുസ്തകങ്ങൾ വേണം. അയ്യോ, ആലോചിക്കുമ്പോൾ തന്നെ തല പെരുക്കുന്നു അല്ലേ? കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ ചിലവുകൾ കുറയ്ക്കാൻ കഴിയും. ആദ്യം ബാഗിൻ്റെ കാര്യം നോക്കാം. കഴിഞ്ഞ വർഷം യൂസ് ചെയ്ത ബാഗിന് വല്ല കുഴപ്പവുമുണ്ടോ എന്ന് പരിശോധിക്കുക. ചിലപ്പോൾ ആ ബാഗിന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. വല്ല സിബ് പോയതോ സ്റ്റിച്ച് വിട്ടതോ ഒക്കെ ആണെങ്കിൽ അത് റിപ്പയർ ചെയ്താൽ പോരെ. റിപ്പയർ ചെയ്തതിന് ശേഷം സോപ്പ് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ പുതിയ ബാഗ് മാറി നിൽക്കും. 2 കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ആ 2 ഒരു ബാഗെങ്കിലും റീയൂസ് ചെയ്യാൻ കഴിയാതിരിക്കില്ല. ക്ലീൻ ചെയ്തെടുത്ത ബാഗ് സഹോദരനോ സഹോദരിക്കോ ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഒരു ചേഞ്ചുമായി, ഒരു ബാഗിൻ്റെ പണം മിച്ചവുമായി. തീരെ രക്ഷയില്ലെങ്കിൽ മാത്രം പുതിയത് വാങ്ങിച്ചാൽ പോരെ. ഇനി യൂണിഫോമിൻ്റെ കാര്യം. വർഷാവർഷം യൂണിഫോം മാറുന്ന സ്കൂളിലാണെങ്കിൽ രക്ഷയില്ല, വാങ്ങിയേ പറ്റൂ. കഴിഞ്ഞ വർഷത്തെ അതേ യൂണിഫോം ആണെങ്കിൽ അതിൽ വല്ല ബട്ടൺസോ തയ്യൽ വിട്ടതോ ആണെങ്കിൽ ശരിയാക്കിയാൽ പോരെ. ചിലപ്പോൾ പാകമാകാതെ വന്നേക്കാം. എങ്കിലും താഴെയുള്ള കുട്ടി അതേ സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ സെറ്റാകില്ലേ? പിന്നെന്താ? വല്ല കറകളും ഉണ്ടെങ്കിൽ ഡ്രൈ ക്ലീനിങ്ങിലൂടെ അത് ആ കറ കളയാൻ കഴിഞ്ഞാൽ കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം അയൺ ചെയ്ത് പുതിയതുപോലെ എടുത്തു വെച്ച് സ്കൂൾ തുറക്കുന്ന ദിവസം അവർക്ക് കൊടുക്കാമല്ലോ. അതുപോലെ ID കാർഡ്, ബെൽറ്റ് ഒക്കെ മുഷിഞ്ഞിരിക്കുന്നുണ്ടാവും. അതൊക്കെ വൃത്തിയാക്കി എടുത്തു വെച്ചാൽ യൂണിഫോം റെഡി. അതുപോലെ ഷൂ. കഴിഞ്ഞ വർഷത്തെ മിക്കവാറും പാകമാകാതിരിക്കാനാണ് സാധ്യത. കാരണം വളരുന്ന കുട്ടികളല്ലേ. പക്ഷെ 2 പേരുണ്ടെങ്കിൽ ഒരു ജോഡിയെങ്കിലും റീയൂസിന് കിട്ടിയാൽ ഭാഗ്യമായില്ലേ. അതുപോലെ സോക്സ്. അത് മിക്കവാറും ഒരു കേടും സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. കഴുകിയെടുത്ത് ഉപയോഗിക്കാം. യൂസ്ഫുൾ അല്ല എങ്കിൽ മാത്രം പുതിയത് വാങ്ങിച്ചാൽ പോരെ. പിന്നെ ടിഫൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, കറിപ്പാത്രം. കഴിഞ്ഞ വർഷം സ്റ്റീലിൻ്റേതാണ് വാങ്ങിച്ചതെങ്കിൽ ചെറുതായിട്ടൊന്ന് ഞെണുങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചളുങ്ങിയിട്ടുണ്ടാവും എന്നല്ലാതെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടാവില്ല. കഴിഞ്ഞ തവണ പ്ലാസ്റ്റിക്കിൻ്റേതാണ് വാങ്ങിയതെങ്കിൽ മിക്കവാറും പുതിയത് വാങ്ങേണ്ടി വരും. കുഴപ്പമില്ല. അടുത്തത് കുടയാണ്. മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ആവശ്യമില്ലാത്തതിനാൽ ഉപയോഗിക്കാതെ അത് ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടാവും. വല്ല പാറ്റയോ മറ്റോ കടിച്ച് അതിൽ ഓട്ട വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ ഓട്ട വന്നിട്ടുണ്ടെങ്കിൽ
പ്രിപ്പയർ ചെയ്ത് ഭംഗിയുള്ള ഒരു പുതിയ ശീലയിട്ടാൽ പുതിയതുപോലെ അവർ തുടിച്ചാടിക്കോളും. അടുത്തത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ്. ബോക്സ് കേടായിട്ടുണ്ടെങ്കിൽ മാത്രം പുതിയത് വാങ്ങാം. ബോക്സിന് കുഴപ്പമൊന്നുമില്ല, ഉള്ളിലുള്ള സാധനങ്ങൾക്കാണ് കുറവെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സ്കെയിലും സെറ്റ് സ്ക്വയറും പ്രൊട്ടക്ടറും പെൻസിലും പേനയും എറേസറും ഷാർപ്പനറും ഒക്കെ പ്രത്യേകം കിട്ടും. ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ച് അതിനകത്ത് ഫിറ്റ് ചെയ്താൽ സക്സസ്. പിന്നെ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള പേന, കളർ പെൻസിൽ, സ്കെച്ച് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അതിൽ നിന്നും കേടില്ലാത്ത ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സാധനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആവശ്യമുള്ള മാത്രം മേടിച്ചാൽ മതിയല്ലോ. ഇനി നോട്ട് പുസ്തകം. പകുതി പേജുകൾ എഴുതി പകുതി ബാക്കി കിടക്കുന്നുണ്ടാവും. ആ പേജുകൾ എടുത്ത് ബൈൻഡ് ചെയ്ത് അവർക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്പൈറൽ ബൈൻഡിങ് ചെയ്ത് പുറമെ നല്ല കവർ പേജ് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം ഒരു മീഡിയം ലെവലുള്ള സാധനങ്ങൾ വാങ്ങിയാൽ കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടും. നമ്മുടെ പൊന്നോമനകൾക്ക് പുതിയത് വാങ്ങിച്ചു കൊടുക്കരുത് എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം കേട്ടോ. ഈ തിരക്കൊക്കെ കഴിഞ്ഞ് ഒരു റിലീഫ് കിട്ടുന്ന സമയത്ത് പുതിയത് വാങ്ങിച്ചു ചേർക്കാമല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ മാത്രം ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതിനുശേഷം ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ അധിക ചിലവുകൾ ഒഴിവാക്കാൻ കഴിയും. എല്ലാവർക്കും ആശംസകൾ.